Hi dears, Class 3 English Unit 2 Festive Fun Lesson Explanation in Malayalam യൂണിറ്റ് 1 ലെസൺ എക്സ്പ്ലനേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് 2 വീഡിയോകളിലായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. ഓക്കെ, ടു ഫെസ്റ്റീവ് ഫൺ. എന്താണ് ഫെസ്റ്റീവ് ഫൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നു. എന്താണ് പിക്ചർ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്? കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പിക്ചറാണല്ലേ അവിടെ കാണിച്ചിരിക്കുന്നത്. യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിലെ ഫെസ്റ്റിവലിലേക്ക്, ആഘോഷങ്ങളിലേക്ക്. ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്, നിങ്ങളുടെ ജീവിതം ബ്ലെസ് ചെയ്തിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ ഒരു കോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ അവിടെ നമ്മളൊരു പിക്ചർ കാണുന്നുണ്ടല്ലേ. ആ പിക്ചർ ഒരു ഫാമിലിയുടെ പിക്ചറാണ്. ഫാമിലി ഭയങ്കര ഹാപ്പിയിലാണുള്ളതല്ലേ. ഏതോ ഒരു സെലിബ്രേറ്റിംഗ് മൊമെൻ്റ് തന്നെയാണ്. അപ്പോൾ എന്തോ ഒരു ആഘോഷം അല്ലേ, ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ അങ്ങനെ എന്തോ ഒരു സെലിബ്രേഷൻ അവിടെ ആ ഫാമിലിയിൽ നടക്കുകയാണ്. വാട്ട് ഡസ് ദ പിക്ചർ ഷോ? ഈ പിക്ചർ എന്താണ് ഷോ ചെയ്യുന്നത്? ദ പിക്ചർ ഷോസ് ദ സെലിബ്രേറ്റിംഗ് മൊമെൻറ്റ് ഓഫ് എ ഫാമിലി. ഒരു ഫാമിലിയുടെ സെലിബ്രേറ്റിംഗ് മൊമെൻ്റ് ആണ് ആ പിക്ചർ ഷോ ചെയ്യുന്നത്. വൈ ആർ ദ പീപ്പിൾ ഹാപ്പി? എന്തുകൊണ്ടാണ് ഇവർ ഹാപ്പി ആയിരിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എ സെലിബ്രേറ്റിംഗ് മൊമെൻറ്റ്, ഒരു ആഘോഷമാണല്ലേ. ഇനി അവിടെ ഒരു പോയം കൊടുത്തിരിക്കുന്നു, ലെറ്റ് സിങ് എ സോങ്. അതായത് നമ്മൾ സാധാരണ ബർത്ത്ഡേക്ക് പാട്ട് പാടാറുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു സോങ് തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ട്രൂ ഫ്രണ്ട്സ്, ഫ്രം ഓൾ ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ഫ്രണ്ട്സ്, മേ ഗുഡ് ലക്ക് go with you and happiness too. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റോറി നോക്കാം. ദ സീ പാലസ്, കടൽ കൊട്ടാരം. ഈ ഗോൾ ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾ ഫിഷ് കടലിലൂടെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവൻ കണ്ടു എന്താണ്? മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ കുറേ കൂട്ടുകാർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ദിശയിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. ഒരു സ്റ്റാർ ഫിഷ് വേവ്സിലിങ്ങനെ ഫ്ലോട്ടിംഗ് പൊങ്ങിക്കിടക്കുന്നുണ്ട്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഒരു ജെല്ലി ഫിഷ് ആ നീല വെള്ളത്തിൽ ഇങ്ങനെ തിളങ്ങുകയാണ്. ഡോൾഫിൻസ് വർ ഡാൻസിങ്. ഡോൾഫിൻ ആണെങ്കിലോ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെർ ആർ ദേ ഗോയിങ്? അവരെവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ദ ഗോൾ ഫിഷ് തോട്ട്. ഗോൾ ഫിഷ് ചിന്തിച്ചു. ഹി ഫോളോഡ് ഹിം. അവരെന്ത് ചെയ്തു? അവരുടെ പിറകെ തന്നെ പോയി അല്ലേ. ഇൻ ദ ഡീപ് സീ, ആഴക്കടലിൽ എത്തിയപ്പോൾ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. അവൻ കണ്ടു എന്താണ്? ഒരു മനോഹരമായ ഗ്ലാസ് കൊണ്ടുള്ള കൊട്ടാരം, ഗ്ലാസ് പാലസ്. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അത് അലങ്കരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? വിത്ത് ജെംസ്, മുത്തുകളും പേൾസ്, രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ദ ഡോർസ് ഓഫ് ദ പാലസ് വർ വൈഡ് ഓപ്പൺ. ഇനി പാലസിൻ്റെ വാതിലുകൾ എങ്ങനെയാണുള്ളത്? തുറന്ന് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഗോൾ ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. ഗോൾ ഫിഷും അവൻ്റെ സുഹൃത്തുക്കളും പാലസിലെത്തി. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? നോക്കാമല്ലേ, എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ദ മെർമെയ്ഡ്. എന്താണ് മെർമെയ്ഡ്? മത്സ്യകന്യക. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. ഒരു സുന്ദരിയായ, ഒരു മനോഹരമായ മെർമെയ്ഡ്, മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു. നിയർ ദ ഡോർ, വാതിലിന് അരികെ. ഹൗ പ്രെറ്റി ഷീ ഈസ്. എന്തൊരു സുന്ദരിയാണവൾ. എക്സ്ക്ലെയിംഡ് ദ ഗോൾ ഫിഷ്. ഗോൾ ഫിഷ് ആശ്ചര്യപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അല്ലേ. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. നമ്മൾ നിനക്ക് കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെറ്റ് ടുഗദർ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് എന്താണ് വാങ്ങിയത്? തിളങ്ങുന്ന ലൈറ്റുകൾ.
ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ഇനി തിമിംഗലം വെയിൽസ് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? ജിംഗ്ലിംഗ് കുലുങ്ങുന്ന വളകൾ. ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് കൊണ്ടുവന്നു എന്താണ്? ഫ്രാഗ്രൻറ്റ് നല്ല മണമുള്ള പൂക്കൾ. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു പറഞ്ഞു അല്ലേ? കമോൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. വരൂ നമുക്ക് പാർട്ടി തുടങ്ങാം. ദർ വാസ് എ ബിഗ് കേക്ക് ഓൺ എ ടേബിൾ ഇൻ ദ ഹാൾ. അവിടെ ഹാളിലുള്ള ടേബിളിൻ്റെ മുകളിൽ വലിയൊരു കേക്ക് ഉണ്ടായിരുന്നു. ദ പാർട്ടി ബിഗൻ. അങ്ങനെ പാർട്ടി തുടങ്ങി. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി? എങ്ങനെയാണ് അവർ പാർട്ടി തുടങ്ങിയത്? നോക്കാം. ദ ബർത്ത്ഡേ പാർട്ടി. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. പ്രിൻസസ് ജൂലിയ ടേബിളിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? കേക്ക് മുറിച്ചു അല്ലേ, സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവൾ നല്ല ക്യൂട്ടായിരിക്കുന്നു അല്ലേ? ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ, അതായത് തലയിൽ വെക്കുന്ന കിരീടം ഉണ്ടല്ലോ, ആ ഡയമണ്ടിൻ്റെ കിരീടവും വെച്ചപ്പോഴേ അവൾ ഭയങ്കര ക്യൂട്ടായി. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും കൈയടിച്ച് പാട്ടുപാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. എവരി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. എല്ലാവരും അവരുടെ ഗിഫ്റ്റ് ജൂലിയക്ക് കൊടുത്തു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. നമുക്ക് ഡാൻസ് ചെയ്ത് കുറച്ച് സമയം കളിക്കാമല്ലേ? സെഡ് ദ പ്രിൻസസ്. പ്രിൻസസ് പറഞ്ഞു. സ്മൈൽ എങ്ങനെയാണ്? പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദ മ്യൂസിക് ബിഗാൻ. അങ്ങനെ മ്യൂസിക് തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ? നിങ്ങൾ ഇങ്ങനെയുള്ള സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ. ദ ഫീസ്റ്റ്. എന്താണ് ഫീസ്റ്റ്? വിരുന്ന്, സദ്യ അല്ലേ? ബർത്ത്ഡേക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. പ്രിൻസസ് രാജകുമാരി ക്ഷണിച്ചു. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നല്ല എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സോ യമ്മി, സോ ഡെലീഷ്യസ്. നല്ല രുചിയുണ്ട്. എ സ്റ്റാർ ഫിഷ് ലിക്ഡ് ഹിസ് പ്ലേറ്റ്. സ്റ്റാർ ഫിഷ് അവൻ്റെ പ്ലേറ്റ് നക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് ദ ചോക്ലേറ്റ്. ഞാൻ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നു. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. ഒരു ഷാർപ്പ് ഗൾപ്ഡ് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ട് പറയുകയാണ് ഷാർക്ക്, എനിക്ക് ചോക്ലേറ്റ് നന്നായി ഇഷ്ടപ്പെട്ടു. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. ജ്യൂസ് നന്നായിട്ടുണ്ട്. ആരാ പറയുന്നത്? എ ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് എങ്ങനെയാണ് പറയുന്നത്? സിപ്പ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. അവസാനത്തെ ഡ്രോപ്പും ഇങ്ങനെ വലിച്ചു കുടിച്ചുകൊണ്ട് ജെല്ലി ഫിഷ് പറയാണ് ജ്യൂസും നന്നായിട്ടുണ്ട്. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. പെട്ടെന്നൊരു ഡോൾഫിൻ ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയാണ്. വാട്ട്സ് ഹാപ്പനിങ് ആസ്ക്ഡ് ദ ഷാർക്ക്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഷാർക്ക് ചോദിച്ചു. വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ? എന്തിനാണ് ഡോൾഫിൻ ഒച്ചയുണ്ടാക്കിയത്, കൂക്കി വിളിച്ചത്? എ ത്രെട്ട്, ഒരു ഭീഷണി. ദ മെൻ ആർ കമ്മിങ് എഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. ദ മെൻ ആർ കമ്മിങ്, മനുഷ്യർ വന്നുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ, വീണ്ടും വീണ്ടും. ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ, എന്തിനാണ്? കടലിൽ വീണ്ടും പ്ലാസ്റ്റിക് വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടി. എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ. ഡോൾഫിൻ ആശ്ചര്യപ്പെട്ടു. ഓൾ ബിക്കെയിം ആംഗ്രി. എല്ലാവർക്കും ദേഷ്യം വന്നു. അതിനാണ് ഡോൾഫിൻ ഒച്ചയുണ്ടാക്കിയതല്ലേ? മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ്. നമ്മളുടെ ഒരുപാട് ഫ്രണ്ട്സ് മരിച്ചുപോയി, ചത്തുപോയി. ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. എങ്ങനെയാണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ചിട്ട്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. ഷാർക്കിന് ദേഷ്യം വന്നിട്ട് അവൻ്റെ ടീത്ത്, പല്ലുകളിങ്ങനെ പല്ലിനെരിച്ചുകൊണ്ടിരുന്നു. വി ഷുഡ് സ്റ്റോപ്പ് ദം. നമ്മൾക്കിത് നിർത്തണം. ദേ സെറ്റ് ടുഗദർ. അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ഡോണ്ട് വറി ഫ്രണ്ട്സ്. നിങ്ങൾ വിഷമിക്കേണ്ട ഫ്രണ്ട്സ്. സെറ്റ് ദ ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ പറഞ്ഞു. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആനിമലാണ്. ആരാണ് പറയുന്നത്? ബ്ലൂ വെയിൽ അല്ലേ? ബ്ലൂ വെയിലാണല്ലോ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാൻ അവരെ ഓടിച്ചോളൂ. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. ബ്ലൂ വെയിൽ ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ട് സ്പീഡിൽ നീന്തിപ്പോയി അല്ലേ? ദ ഷാർക്ക് ഫോളോഡ് ഹെർ. ഷാർക്ക് അവളെ പിന്തുടർന്നു. വാട്ട് വുഡ്
ദ ബ്ലൂ വെയിൽ ഡു? ബ്ലൂ വെയിൽ എന്താണ് ചെയ്തത്? ഫോർഗിവ്നെസ്, മാപ്പ്. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. വെയിലും തിമിംഗലവും ഷാർക്കും എവിടെ എത്തി? ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. ഷാർക്ക് എന്ത് ചെയ്തു? ബോട്ടിനെ അടിച്ചു. വിത്ത് ഹിസ് ടെയിൽ, അവൻ്റെ വാലുകൊണ്ട്. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ആ ബോട്ടിലുണ്ടായിരുന്ന മനുഷ്യരെന്ത് ചെയ്തു? പേടിച്ച് വിറച്ചു. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ സഹായത്തിനായി നിലവിളിച്ചു. ബൈ ദിസ് ടൈം, ഈ സമയത്ത്, ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. പ്രിൻസസും ബാക്കിയുള്ളവരും അവിടെ എത്തി. ഐ വിൽ ക്രഷ് ദം. ഞാൻ അവരെ ഞെരിക്കും. ദ ക്രാബ് ഓപ്പൻഡ് ഹെർ ക്ലോസ്. ക്രാബ്, ഞണ്ട്, അവൻ്റെ ക്ലോസ്, നഖങ്ങളുണ്ടല്ലോ, നഖങ്ങൾ ഓപ്പൺ ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞാൻ അവരെ ക്രഷ് ചെയ്യും. പ്ലീസ് ഡോണ്ട് ഹേർട്ട് us. ഞങ്ങൾ ഉപദ്രവിക്കല്ലേ. വി വോണ്ട് ഡം വേസ്റ്റ് ഇൻ ദ സീ എഗെയിൻ. നമ്മളിനി ഈ സീയിൽ ഇങ്ങനെ വേസ്റ്റ് നിക്ഷേപിക്കില്ല. ദ മെൻ ബെഗ്ഡ്. മെൻ, ആ മനുഷ്യർ യാചിച്ചുകൊണ്ട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നിങ്ങൾ നമ്മളുടെ കടൽ പൊല്യൂട്ട് ചെയ്യുന്നു, മലിനീകരിക്കുന്നു. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. നിങ്ങൾ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. വാൺ പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയ വാൺ ചെയ്തു, താക്കീത് ചെയ്തു. ആൻഡ് ലെറ്റ് ദം ഗോ. എന്നിട്ട് പോയിക്കോ. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻഡ് ദ വേവ്സ്. സൂര്യൻ്റെ പ്രകാശം തിരമാലകളെ പ്രകാശിതമാക്കിയല്ലേ. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായോ? പൊല്യൂഷൻ, മലിനീകരണം. നമ്മൾ പുഴയിലും കടലിലുമൊക്കെ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സമയത്ത് അത് മറ്റ് ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയാണല്ലേ ഇത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ആക്ടിവിറ്റീസ് ലഭിക്കുന്നതിനായി എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ 3ാം ക്ലാസ്സിൻ്റെ ക്ലാസ് 3 ഇംഗ്ലീഷ് ലെസൺസ്, ഓൾ ലെസൺസ് ക്ലാസ് 3 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ പോയി വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ.